ഹലോ ഫ്രണ്ട്സ്, മാർക്കറ്റ് ഡ്രൈവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സീക്രട്ട് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ടേംസ്. അതായത് നമ്മളിപ്പം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് തവണ ഈ ആർട്ടിക്കിൾസും അതുപോലെ തന്നെ എന്താ പറയുക മണി കൺട്രോളിലും അതുപോലെയുള്ള സൈറ്റുകളിലെ ആർട്ടിക്കിൾസ് അതുപോലെ തന്നെ CNBC TV അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടേംസ് നമ്മൾ കേൾക്കും. അപ്പോൾ അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ ഒരു മാർക്കറ്റിലേക്ക് ഏറ്റവും ആദ്യം ഇറങ്ങുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും നമ്മുടെ കൂടെ. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ബേസിക് ടു കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് കൂടി ഇത് അറിഞ്ഞിരുന്നാൽ വളരെ നല്ലൊരു മികച്ച ഒരു ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എടുക്കാനും അതുപോലെ തന്നെ ന്യൂസുകളൊക്കെ വായിക്കുമ്പം പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാനും സഹായിക്കും. ഓക്കെ, അപ്പം വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതെല്ലാം പഠിക്കാനായിട്ട്. അപ്പം എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിടുക, കാരണം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ചിലപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയേക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്തിനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ടെർമിനോളജീസ്, ബേസിക് ആയിട്ടുള്ള നമ്മൾ 25 ടെർമിനോളജീസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് നമ്മളിത് അറിയണമെന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ വ്യക്തമായിട്ടൊരു മറുപടി നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പം നമുക്ക് എന്തിനാണ് ഇത് അറിയുന്നത് നോക്കി ചോദിച്ചാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫോംഡ് ഡിസിഷൻസ്. അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ഒരുപാട് ആർട്ടിക്കിൾസ്, മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ അപ് ടു ഡേറ്റ് ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പം എന്താ പറയുക, മാർക്കറ്റിൽ ഒരു കമ്പനി ഫെയിലാവുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്ലോബലായിട്ടൊരു പുതിയൊരു ന്യൂസ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ RBIയുടെ മോണിറ്ററി പോളിസി നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ എന്താ പറയുക വ്യതിചലിപ്പിക്കാൻ പറ്റും, അതൊക്കെ അറിയേണ്ടത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ, സ്മാർട്ടറായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചോയ്സ് തിരഞ്ഞെടുക്കാനും നമുക്ക് ഈ ടെർമിനോളജീസ് അറിയുന്നത് വഴി സഹായിക്കും. ഓക്കെ, ഇപ്പോഴത്തെ റിസ്ക് മാനേജ്മെൻറ്റ്, പ്രൊട്ടക്റ്റ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് എഫക്റ്റീവ്ലി. അതായത് റിസ്ക് മാനേജ്മെൻറ്റ് മീൻസ് ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പം റിസ്ക് മാനേജ്മെൻറ്റിൽ തന്നെ നമ്മൾ ഒരുപാട് കോൺസെപ്റ്റ്സുകൾ പഠിക്കുന്നുണ്ടാവും. ഇപ്പം എന്താ പറയുക, റിസ്ക് റിവാർഡ് റേഷ്യോ, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ്. എന്താണ് സ്റ്റോപ്പ് ലോസ് എന്നറിയാത്ത പലരും ഉണ്ടാകും മാർക്കറ്റിലേക്ക്. എന്താ പറയുക, ഇപ്പം ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ പല ടെർമിനോളജീസും അറിയില്ല. നമ്മുടെ റിസ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പുതിയൊരു എന്താ പറയുക മാർക്കറ്റിൽ ഓൾറെഡി ഉള്ളൊരു സംഭവം, അതാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ വിത്ത് പ്രൊഫഷണൽസ്. അതായത് നമുക്ക് കൂടുതലായിട്ട് കൊളാബറേഷൻ ചെയ്യാൻ പറ്റും, നല്ല ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇതുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, അപ്പോൾ അവർ പലരും ടെർമിനോളജീസ് പറയും. സോ അങ്ങനെ പറയുന്ന ആ ടെർമിനോളജീസ് നമുക്ക് മനസ്സിലാവാനും അതുപോലെ തന്നെ നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്കും അറിയാമായിരിക്കും ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷന് നമുക്ക് രണ്ട് വ്യക്തികളുമായിട്ട് സംഭാഷണം നടത്താൻ നമുക്ക് ഈ ടേംസ് അറിയുന്നതിലൂടെ സഹായിക്കും. ഓക്കെ, മറ്റൊന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസിയാണ്. ഈ മേഖലയിൽ കൂടുതലായിട്ട് നമുക്ക് ഫൈനാൻസിനെ പറ്റിയിട്ട് എന്താ പറയുക കുറച്ചും കൂടി ഒരു അഗാധമായൊരു നോളജ് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇൻ ഇൻവെസ്റ്റിംഗ് ആണ്. അതായത് എന്താ പറയുക, നാവിഗേറ്റ് ദ മാർക്കറ്റ് വിത്ത് അഷ്വറൻസ്. അതായത് നമുക്കിപ്പോൾ മാർക്കറ്റ്സിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. ഇപ്പം ഒരു IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് വരുന്നത്, അപ്പോൾ നമ്മൾ എന്താണ് IPO എന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ട് നമ്മൾ ഈ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനം എടുക്കാൻ പറ്റും. സോ നമുക്ക് ഈ IPOനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും ആ കമ്പനി നല്ലതാണോ മോശമാണോ എന്നറിയാനും മാർക്കറ്റിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാനും ഇഫ് സപ്പോസ് എല്ലാ ക്രൈറ്റീരിയയും നമുക്ക് ഓക്കെ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് സഹായിക്കും. ഓക്കെ, നമ്മളിനി അധികം സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ മെയിൻ അജണ്ടയിലേക്ക് പോകാം വീഡിയോൻ്റെ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ എന്ന് പറയും. ഓക്കെ, സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ. അപ്പോൾ നമ്മൾ അവിടെ സിമ്പിളായിട്ടുള്ള അവരുടെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എ സ്റ്റോക്ക് റെപ്രസെൻറ്റ്സ് ഓണർഷിപ്പ് ഇൻ എ കമ്പനി. അതായത് ഒരു കമ്പനിയിലെ ഒരു ഓണർഷിപ്പ്. വെൻ യു ബൈ ഷെയർ ഓഫ് എ കമ്പനി ഓർ സ്റ്റോക്ക് യു ബിക്കം എ പാർഷ്യൽ ഓണർ ഓഫ് ദാറ്റ് കമ്പനി. അതായത് നമ്മളിപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഷെയർസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം
പ്രൈവറ്റായിട്ട് കമ്പനിയുണ്ട്, പബ്ലിക്കായിട്ട് കമ്പനിയുണ്ട്. പബ്ലിക്കായിട്ടുള്ള കമ്പനിയാണ് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനീസിനെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സിന് വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാർഷ്യൽ ഓണർ ആവുകയാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രമുഖമായിട്ടുള്ളൊരു ബാങ്കാണല്ലോ SBI ഇപ്പം ഒരു ടോട്ടൽ നോക്കുമ്പം ഒരു 100 crore ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ 100 crore ഷെയറിൽ 1 crore ഷെയർ ഇപ്പോൾ LICൻ്റെ കയ്യിലുണ്ട്. സോ LIC എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ, അതായത് SBIയുടെ 1% ഓണർഷിപ്പ് സ്റ്റേക്കുള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ഷെയർ എന്ന് പറയുന്നത്. ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ് ഓഫ് എ കമ്പനി. അതായത് SBIക്ക് ഇപ്പോൾ 100 കോടി ഷെയർസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അതായത് ഒരു ഷെയറിനെയാണ് നമ്മൾ ഒരു ഏറ്റവും സിംഗിൾ യൂണിറ്റ് ആയിട്ടുള്ള ഒരു ഷെയർ, അതിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. സോ ഷെയർ വളരെ സിമ്പിളായിട്ടൊരു കോൺസെപ്റ്റാണ്. ഓണിങ് ഷെയർസ് ഓഫ് എ കമ്പനി എൻറ്റൈറ്റിൽസ് യു ടു എന്താ പറയുക പോർഷൻ ഓഫ് ദ പ്രോഫിറ്റ്സ് ആൻഡ് വോട്ടിംഗ് റൈറ്റ്സ് ആ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. അതായത് ഒരു ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്, അത് ആനുവൽ ജനറൽ മീറ്റിംഗ് ആകാം, അതുപോലെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോഴും, അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ മറ്റേ സ്പെഷ്യൽ അല്ലാത്തൊരു റെസൊല്യൂഷനും കൂടി കമ്പനി പാസ്സാക്കും, പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുമ്പം എന്താ പറയുക, നമ്മളിപ്പം ഒരു കമ്പനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും, അതുപോലെ തന്നെ ഫൈനലായിട്ട് ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ ഈ ആനുവൽ ജനറൽ മീറ്റിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ പേര് മാറ്റുന്ന പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ്. ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാകണമെങ്കിൽ എന്താ പറയുക, കമ്പനിയിലെ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ 75% പ്ലസ് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റൂ. ഇനി നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇൻഡെക്സ് ആണ്. ഓക്കെ, എന്താണ് മാർക്കറ്റ് ഇൻഡെക്സ്? മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് മറ്റൊന്നും തന്നെയല്ല, ഒരു സൂചികയാണ്, ഒരു ബെഞ്ച് മാർക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സംസാരിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സ് ഈസ് എ ബെഞ്ച് മാർക്ക് ദാറ്റ് മെഷേഴ്സ് ദ പെർഫോമൻസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് റെപ്രസെൻറ്റിംഗ് എ സെഗ്മെൻറ്റ് ഓഫ് ദി മാർക്കറ്റ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് S&P 500, ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ആൻഡ് Nifty 50. അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഒരു കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബെഞ്ച് മാർക്കാണ് Nifty 50 എന്ന് പറയുന്നത്. എന്താണ് Nifty 50? ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള 50 കമ്പനീസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്ക് ഒരു ഗ്രാഫിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് വ്യൂയുടെ ഒരു ചാർട്ടിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്താ പറയുക Nifty 50 എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ബെഞ്ച് മാർക്ക്, പ്രധാനപ്പെട്ട ഒരു ബെഞ്ച് മാർക്ക്. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ US മാർക്കറ്റിലെ ഡൗ ജോൺ ഇൻഡസ്ട്രിയൽ ആവറേജ് എന്ന് പറയുന്നത്, അതായത് DJI എന്ന് പറയുന്ന സംഭവം US ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള 30 കമ്പനീസ്, വളരെ എന്താ പറയുക നല്ല സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ടോട്ടൽ പെർഫോമൻസ് ആണ് DJI എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നാസ്ഡാക്ക് ആണ്. നാസ്ഡാക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് USA ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ സെക്ടേഴ്സിന് എന്താ പറയുക ഇൻക്ലൂഡഡ് ചെയ്തുകൊണ്ടുണ്ടാക്കിയൊരു ബെഞ്ച് മാർക്കാണ്. അതുപോലെ തന്നെ S&P 500 എന്ന് പറയുന്നത് 500 ആയിട്ടുള്ള ടോപ്പ് കമ്പനീസ് ഇൻ US റെപ്രസെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ബുൾ മാർക്കറ്റാണ്. ബുൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഇന്ത്യ ഒരു കറൻറ്റ് സ്റ്റേജിൽ ബുൾ മാർക്കറ്റിലാണുള്ളത്. ബിക്കോസ് ഓഫ് നമ്മുടെ ഇലക്ഷൻ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ വരുന്നുണ്ട്. BJP സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ അധികമാണ്. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ കുറച്ച് സ്റ്റേറ്റിലെ ഇലക്ഷനിൽ 3, 4, 5 സ്റ്റേറ്റിൽ തുടർച്ചയായിട്ട് BJP നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാനിടയായി. സോ ഇതൊക്കെ വെച്ചുകൊണ്ട് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് FIIസും DIIസും അതുപോലെ തന്നെ റീറ്റെയിൽ പാർട്ടിസിപ്പൻസും അസ്യൂം ചെയ്യുകയാണ് വരുന്ന ജനറൽ ഇലക്ഷനിൽ BJP ശക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്താൽ മാർക്കറ്റിൽ എന്താ പറയുക ഡിസിഷൻ എടുക്കാനൊക്കെ വളരെ പെട്ടെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിന് സാധിക്കും. കമ്പനികൾക്ക് എന്താ പറയുക അനുകൂലമായിട്ടുള്ള ഡിസിഷനാണ് ഇതുവരെ BJP സർക്കാർ എടുത്തുകൊണ്ടിരുന്നത്. സോ അത് മാർക്കറ്റിന് ഗുണം ചെയ്യുമെന്ന് കണ്ടതുകൊണ്ട് മാർക്കറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റാലി കൊടുക്കുന്നത്. ബുൾ മാർക്കറ്റിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. എന്താണ് ബുൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ? A bull market is a market characterized by rising prices and investor optimism. It is typically associated with a strong economic growth and increasing investor confidence. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ആകുന്നുണ്ട് എന്ന് ഓവറോൾ മാർക്കറ്റിലെ എക്കണോമിയിലെ പാർട്ടിസിപ്പൻസിന് മനസ്സിലാകുകയാണെങ്കിൽ, സ്ട്രോങ് എക്കോണമി ആണെന്നും കൂടി കൺഫേം ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റർ പാർട്ടിസിപ്പേഷൻ വരും. മാർക്കറ്റിൽ ശക്തമായിട്ട് മാർക്കറ്റ് കുതിച്ചുയർന്നുകൊണ്ടിരിക്കും. ഓക്കെ, വീഡിയോ കുറച്ച് ലെങ്തിയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ വീഡിയോ വളരെ ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, വീഡിയോ പരിപൂർണമായി കാണാൻ ശ്രദ്ധിക്കണം.
നെക്സ്റ്റ് ബിയർ മാർക്കറ്റ്, എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ബുൾ മാർക്കറ്റ് ആണ് ബിയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ബിയർ മാർക്കറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫാളിംഗ് പ്രൈസസ് ആൻഡ് ഇൻവെസ്റ്റർ പെസിമിസം. മറ്റേത് ശുഭാപ്തി വിശ്വാസമാണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ്, ആ ശുഭാപ്തി വിശ്വാസം. ഇറ്റ്സ് ഓഫൺ അക്കംപൈൻഡ് ബൈ എക്കണോമിക് ഡൗൺ ടേൺസ് ആൻഡ് ഡിഫൈനിങ് കോർപ്പറേറ്റ് ഏർണിങ്സ്. അതായത് എന്താ പറയുക, ഇപ്പം കോർപ്പറേറ്റ്, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനീസിൻ്റെ ഒക്കെ ഏർണിങ്സ്, ക്വാർട്ടർലി ഏർണിങ്സ് ഒക്കെ താഴോട്ട് പോവുകയാണ് എന്ന് കാണുമ്പോൾ എന്ത് സംഭവിക്കും? ഇവരുണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പ്രീവിയസ് 3 months ഉണ്ടാക്കിയ പ്രോഫിറ്റിനെക്കാട്ടും കുറവാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ പെസിമിസ് ആകും. അതായത് നേരത്തെ ശുഭാപ്തി വിശ്വാസം കാണിച്ചവരൊക്കെ മാർക്കറ്റിൽ നിന്ന് ഒഴിവായി എന്താ പറയുക, സ്റ്റോക്കുകളൊക്കെ വിറ്റഴിച്ച് പോകും. സോ ഇങ്ങനെയൊരു അവസ്ഥയൊക്കെ വരുമ്പം മാർക്കറ്റിലെ ഇൻഡെക്സൊക്കെ താഴോട്ടേക്ക് ശക്തമായി പോകും. വോളാറ്റിലിറ്റി എന്ന് പറയുമ്പോൾ റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് വേരിയേഷൻ ഓഫ് എ ട്രേഡിംഗ് പ്രൈസസ് ഓവർ ടൈം. ഹൈ വോളറ്റിലിറ്റി ഇംപ്ലൈസ് ഗ്രേറ്റർ പ്രൈസ് ഫ്ലക്ച്വേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക്. വോളറ്റിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ഓഫ് വേരിയേഷനാണ്, ഹൈ ഡിഗ്രി ഓഫ് വേരിയേഷൻ ഇൻ പ്രൈസസ്. അതായത് സ്റ്റോക്ക് ഒറ്റയടിക്ക് മുകളിലേക്ക് പോവുക, അതായത് എന്താ പറയുക, നമ്മൾ നോക്കി നിൽക്കുക പെട്ടെന്ന് മുകളിൽ പോകുക, അതുപോലെ തന്നെ പെട്ടെന്ന് താഴെ വരിക. അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് അല്ല, വൈഡായിട്ട് മാർക്കറ്റിലെ സ്റ്റോക്കുകളും ഇൻഡെക്സുകളും പെർഫോം ചെയ്യും. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹൈ ആയിട്ട് വെക്കേണ്ടി വരും, റിസ്ക് വളരെ കൂടുതലാണ്. ഓഫ് കോഴ്സ് റിവാർഡ് കിട്ടും, ബട്ട് വി കനോട്ട് എന്താ പറയുക, നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ഈ ഒരു മാർക്കറ്റിൽ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ഈ ഒരു മാർക്കറ്റിലൊക്കെ വളരെയധികം ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് മാത്രം മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്നത് ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ ലാഭവിഹിതം. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഓണർഷിപ്പിൽ നമ്മളിപ്പം ഒരു 5% ഷെയർ നമ്മളൊരു കമ്പനിയിൽ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ കമ്പനി ഡിവിഡൻ്റ് ഡിക്ലെയർ ചെയ്യുകയാണ്. ടോട്ടൽ ഡിവിഡൻ്റ് ഡിക്ലെയർ ചെയ്തതിൻ്റെ 5% ഓണർഷിപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ 5% ഡിവിഡൻഡ് നമുക്ക് കിട്ടും. സോ നമുക്കൊരു എക്സ്ട്രാ ഇൻകം, ഒരു എക്സ്ട്രാ പാസീവ് ഇൻകമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ, അതായത് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഫിറ്റിൻ്റെ പോർഷൻ മാത്രമാണ്. ഹൈ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികളാണ് കൂടുതലായിട്ടും ഡിവിഡൻഡ് കൺസിസ്റ്റൻ്റ് ആയി കൊടുത്തു വരുന്നത്. ന്യൂ ഏജ്ഡ് കമ്പനികളൊക്കെ ഈ ഡിവിഡൻഡ് എന്താ പറയുക, അവർ വീണ്ടും അതെടുത്ത് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ വഴിയാണ് അവർക്ക് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഡിവിഡൻസ് ആർ ടിപ്പിക്കലി പെയ്ഡ് ഔട്ട് ക്വാർട്ടർലി ആനുവലി വിത്ത് എ സോഴ്സ് ഓഫ് പാസീവ് ഇൻകം സോഴ്സിലൂടെയാണ് നമുക്ക് ഈ ഡിവിഡൻഡ് കിട്ടുന്നത്. അതുപോലെ തന്നെ മോസ്റ്റ്ലി ഇത് ക്വാർട്ടർലി ബേസിസിലാണ് കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്, അതായത് ഇപ്പം മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ടോട്ടൽ ആയിട്ടുള്ള ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ മാർക്കറ്റിലെ കറൻറ്റ് പ്രൈസ്, അതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഷെയർ 100 crore ആണെന്ന് കരുതുക. 100 crore ഷെയർസ് ഉണ്ട് ആൻഡ് ഒരു ഷെയറിൻ്റെ വില 1000 രൂപയാണെന്ന് കരുതുക. സോ 100 crore ഗുണിക്കണം 1000, ഇതായിരിക്കും അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ വാല്യൂ ഓഫ് എ കമ്പനീസ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ കറൻറ്റ് പ്രൈസ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഷോർട്ട് ഫോം ആണ്. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഒക്കെ സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ആർട്ടിക്കിൾസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതും മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ്. ലിക്വിഡിറ്റി റെഫേഴ്സ് ടു ദ ഈസ് വിത്ത് ആൻ അസറ്റ് ഓർ സെക്യൂരിറ്റി ക്യാൻ ബി ബോട്ട് ഓർ സോൾഡ് ഇൻ ദ മാർക്കറ്റ് വിതൗട്ട് സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റിംഗ് ഇറ്റ്സ് പ്രൈസ്. അതായത് ഒരു സെക്യൂരിറ്റിയുടെ എന്താ പറയുക വിപണനം വളരെ പെട്ടെന്ന് നമുക്ക് സാധിക്കും. അതായത് ഇപ്പം റിലയൻസിൻ്റെ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള റിലയൻസ് കമ്പനിയുടെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 1000 ആണെന്ന് കരുതാം. സോ 1000 ആണെങ്കിൽ നമുക്കിപ്പം മാർക്കറ്റിൽ നമ്മുടെ കയ്യിൽ നമുക്ക് 20 ഷെയർസ് ഉണ്ടെന്ന് കരുതുക. ആ 20 ഷെയർസ് നമ്മൾ 1000-ന് വിറ്റാൽ ആ 1000 അല്ലെങ്കിൽ 1000 റുപ്പീസിന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹൈലി ലിക്വിഡാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ മാർക്കറ്റിൽ അധികം കേൾവിയില്ലാത്തൊരു സ്റ്റോക്ക് എടുത്തു, അതിൻ്റെ വിലയും 1000 ആണ്. സോ നമുക്കത് വിൽക്കുന്ന സമയത്ത് അതിന് ഒരുപാട് എന്താ പറയുക ബഫർ സ്പേസ് ഉണ്ടാവും. അതായത് 1001, 1002, 1000 നമ്മൾ വിറ്റാൽ പോലും അത് എക്സിക്യൂട്ടീവ് ആവുന്നത് 1002-ലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 1005-ലൊക്കെ ആയിരിക്കും. ബിക്കോസ് അതിന് ലിക്വിഡിറ്റി കുറവാണ്. ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് പെട്ടെന്ന് വിറ്റഴിച്ച് നമുക്ക് അതിനെ ക്യാഷാക്കി മാറ്റാൻ സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ആർ ഷെയർസ് ഓഫ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി വിത്ത് ഹിസ്റ്ററി ഓഫ് കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ആൻഡ് സ്ട്രോങ് മാർക്കറ്റ് പ്രസൻസ്. വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കമ്പനീസാണ് ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നമുക്ക് റിലയൻസിനെ എടുക്കാം, ITC, ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇതൊക്കെ വളരെ ശക്തമായിട്ടുള്ള ബ്ലൂ ചിപ്പ് സ്റ്റോക്സുകളാണ്. ഓക്കെ, US-ൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലോബലി നല്ല ടോപ്പായിട്ടുള്ള കമ്പനീസ് പറയുകയാണെങ്കിൽ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, നെറ്റ്ഫ്ലിക്സ്, എന്താ പറയുക ഫേസ്ബുക്ക്, മെറ്റ,
ഫേസ്ബുക്ക് ഇപ്പോൾ മെറ്റയിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വളരെ കൊക്കക്കോള, ഇതൊക്കെ വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗ്ലോബൽ പ്ലെയേഴ്സാണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഒരു കമ്പനിക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെയിൽ ഓഫ് എ സ്റ്റോക്ക് ബൈ എ പ്രൈവറ്റ് കമ്പനി ടു ദ പബ്ലിക്. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യണം. സോ അത് അവരുടെ ഷെയർസ് മാർക്കറ്റിൽ പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യും. അത് എന്താ പറയുക, മാർക്കറ്റിൽ NSE BSE പോലെയുള്ള മാർക്കറ്റ്സിൽ അവർ ഇഷ്യൂ ചെയ്തിട്ടാണ് പിന്നെ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സിനൊക്കെ വാങ്ങിയിട്ട് എന്താ പറയുക നമുക്ക് വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്നത്. ഇഫ് ഇറ്റ് മാർക്സ് ദ ട്രാൻസിഷൻ ഓഫ് എ കമ്പനി ഫ്രം പ്രൈവറ്റ് ടു പബ്ലിക് ഓണർഷിപ്പ്. നെക്സ്റ്റ് പറയുന്നത് ഡേ ട്രേഡിംഗ് ഒന്നുമല്ല. ഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാളെ ഒരു ബുധനാഴ്ചയാണെന്ന് കരുതുക, അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണെന്ന് കരുതുക. മാർക്കറ്റിൽ വരുന്നു 9:15 തൊട്ടിട്ട് 3:30 വരെയാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു ആ 3:30-ക്കുള്ളിൽ. അതാണ് ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഡേയിൽ നമ്മൾ ചെയ്യുന്നൊരു ട്രേഡിംഗ്, അത് ഇൻട്രാഡേ ഇക്വിറ്റി ആകാം, അല്ലെങ്കിൽ ഇൻട്രാഡേ സ്വിങ് ആകാം, പിന്നെ എന്താ പറയുക നമ്മളൊരു ഇക്വിറ്റി സ്റ്റേക്ക് ഓൺ ചെയ്തിട്ട് അത് സെല്ല് ചെയ്യുന്നതാകാം, ഓപ്ഷൻസ് ട്രേഡിംഗ് ആകാം, അങ്ങനെ പലതും ആകാം. ഡേ ട്രേഡിംഗ് ഇൻവോൾവ്സ് ബൈങ് ആൻഡ് സെല്ലിംഗ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിത്തിൻ ദ സെയിം ഡേ, മേക്കിംഗ് പ്രോഫിറ്റ്. അതായത് ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെൻറ്റ്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതായത് ബേസിക്കലി നമ്മൾ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സിലൊക്കെയാണ് ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമ്മൾ ട്രേഡ് എടുക്കാറ്. 15 മിനിറ്റ്സിലും ട്രേഡ് എടുക്കുന്നവരുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ, അതായത് നമ്മളിപ്പം പല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഒരു അസറ്റ് ക്ലാസ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യൂട്ടാണ്. ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. നിങ്ങളുടെ എല്ലാ പൈസയും കൊണ്ടുപോയിട്ട് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ 2-3 സ്റ്റോക്കിൽ നിക്ഷേപിക്കാൻ പാടില്ല. നമ്മൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ കുറേ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ IT സെക്ടറിൽ ഇടണം, FMCG സെക്ടറിൽ ഇടാൻ ശ്രദ്ധിക്കണം, ബാങ്കിങ് സെക്ടറിൽ ഇടാൻ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഇടാൻ ശ്രദ്ധിക്കണം. അങ്ങനെ പല നമ്മുടെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇടുന്നത് വഴി നമുക്ക് നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സെക്ടർ ഒരു വർഷം മര്യാദയ്ക്ക് പെർഫോം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ മറ്റ് സെക്ടറിലുള്ള നിക്ഷേപം കൊണ്ട് നമുക്കിത് എന്താ പറയുക കോമ്പൻസേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ്സ് നഷ്ടം കുറയ്ക്കാൻ പറ്റും. ആൻഡ് നമുക്ക് പ്രോഫിറ്റ്സും കൺസിഡറബിളി കൂട്ടാനും പറ്റും. ഓക്കെ, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ദാറ്റ് ഇൻവോൾവ്സ് സ്പ്രെഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്രോസ് ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസസ്, ഇൻഡസ്ട്രീസ് ഓർ നമുക്ക് ജോഗ്രഫിക്കൽ റീജിയൻസിൽ പോലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് നിക്ഷേപം നടത്തുന്നത്, അമേരിക്കൻ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ്, അവിടെ നിക്ഷേപം നടത്തുന്നത്, ചൈനീസ് മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്നത്, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വഴി നമുക്ക് നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്? മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, മാർക്കറ്റിൽ ഇപ്പം കറൻ്റ്ലി റൺ ആയിക്കൊണ്ടിരിക്കുന്ന പ്രൈസിൽ നമ്മൾ ബൈ ഓർ സെല്ലോ നടത്തുന്നതാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. Market order is an order to buy or sell a security at the current market price. It guarantees execution but does not guarantee a specific price. അതായത് ഇപ്പം നമ്മളൊരു ബൈയോ സെല്ലോ ചെയ്താൽ ഇപ്പം തന്നെ ആ സംഭവം എക്സിക്യൂട്ട് ആകും. ബട്ട് നമ്മൾ ആ എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് നമ്മൾ കാണുന്നൊരു പ്രൈസിലായിരിക്കില്ല അത് എക്സിക്യൂട്ട് ആകും. ബിക്കോസ് മാർക്കറ്റിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ വിത്തിൻ സെക്കൻഡ്സിൽ പ്രൈസിൽ വ്യതിയാനം ഉണ്ടാകും. സോ ആ ഒരു സെക്കൻഡിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു വില എന്ന് പറയുന്നത്, ആ ഒരു വിലയിലായിരിക്കും എക്സിക്യൂട്ട് ആവുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി വീഡിയോ കാണുക, അല്ലെങ്കിൽ പോസ് അടിച്ച് ഒന്നുകൂടി സീക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റ് ഓർഡറാണ്. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും തന്നെയല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം 2000 രൂപയിൽ 1000 രൂപയാണ് നമ്മുടെ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നമുക്കൊരു 995 രൂപയിലാകുമ്പോൾ വാങ്ങണം. സോ നമ്മൾ ബ്രോക്കറിനോട് പറയുകയാണ്, അല്ലെങ്കിൽ ബ്രോക്കറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് 995 10 റിലയൻസിൻ്റെ ഷെയർ ബൈ ഓർഡർ ഇട്ട് വെക്കുന്നു. അപ്പം മാർക്കറ്റിൽ ഇപ്പം രാവിലെ ഒരു മോർണിംഗ് 9:15 ആണ്, ഒരു 10:30 ഒക്കെ ആകുമ്പം 995 മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഇട്ട് വെച്ച ആ ഓർഡർ അവിടെ ട്രിഗർ ആകും. അപ്പോൾ 995 മാർക്കറ്റിൽ ബൈ ഓർഡർ പ്ലേസ് ആകും. ആൻഡ് നമുക്ക് കുറച്ചുകൂടി താഴ്ന്ന വിലയിൽ നമുക്ക് വാങ്ങാനും അതുപോലെ തന്നെ ഹൈ പ്രൈസ് ആകും നമുക്ക് വിൽക്കാനും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ലിമിറ്റ് ഓർഡർ ഈസ് ആൻ ഓർഡർ ടു ബൈ എ സെൽ എ സെക്യൂരിറ്റി അറ്റ് എ സ്പെസിഫിക് പ്രൈസ് ബെറ്റർ. ഇറ്റ് എൻഷുവേഴ്സ് പ്രൈസ് കൺട്രോൾ ബട്ട് ഡസ് നോട്ട് ഗ്യാരണ്ടി എക്സിക്യൂഷൻ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കൺഫേം ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ബിക്കോസ് പ്രൈസ് ഏതൊരു സമയവും നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പോർട്ട്ഫോളിയോ ആണ്. നമ്മൾ പോർട്ട്ഫോളിയോ ഡിസ്കസ് ചെയ്തതാണല്ലേ. സോ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോകാം. ഫൈനാൻഷ്യൽ റേഷ്യോസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഫൈനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത്. ഏർണിങ്സ് പെർ ഷെയർ, അതുപോലെ തന്നെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. ഫൈനാൻഷ്യൽ റേഷ്യോസ് ഇത് രണ്ടും അല്ലാതെ ഒരുപാടുണ്ട്. നമുക്ക് ഫൈനാൻഷ്യൽ റേഷ്യോസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാം.
ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ കമ്പനീസ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. അതായത് ഒരു കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ്, ഒരു വർഷം ഉണ്ടാക്കുന്ന ടോട്ടൽ പ്രോഫിറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. ഇറ്റ് ഈസ് എ കീ മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് വൈഡ്ലി യൂസ്ഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ടു ഇവാലുവേറ്റ് എ കമ്പനീസ് പെർഫോമൻസ്. അതായത് ഏർണിങ്സ് പെർ ഷെയർ കൂടുതലാണെങ്കിൽ ആ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ടോട്ടൽ പ്രോഫിറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. PE ratio, price to earning ratio. The price to earning ratio is a valuation metric calculated by dividing a company's current share price by its earning per share. It indicates how much investors are willing to pay for each dollar of earnings. ഈച്ച് ഡോളർ ഓഫ് ഏർണിങ്സിൽ ഇൻവെസ്റ്റേഴ്സ് എത്ര വില്ലിംഗ് ആണ്, എത്ര പൈസ കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്നതാണ് PE റേഷ്യോ എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ റേഷ്യോസ് ഒരുപാടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ എല്ലാം കാണാൻ പറ്റും. വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈസ് എ കോർപ്പറേറ്റ് ആക്ഷൻ വിച്ച് എ കമ്പനി ഡിവൈഡ്സ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻറ്റു മൾട്ടിപ്പിൾ ഷെയർസ്. അതായത് ഒരു കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർസ് മൾട്ടിപ്പിൾ തവണ കമ്പനി ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം റിലയൻസ് 1000 rupees ആണുള്ളത്. റിലയൻസ് 1:5 എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, 5 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു എക്സ്ട്രാ ഷെയർ കിട്ടും. അതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. 5 ഷെയർ, ഇപ്പം ഞാനിപ്പോൾ ഒരു 10 ഷെയറാണ് റിലയൻസിൻ്റെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എങ്കിൽ 5 ഷെയറിന് ഒരു ഷെയർ എക്സ്ട്രാ എന്നല്ലേ പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 ഷെയർസിന് 2 ഷെയർ എക്സ്ട്രാ കിട്ടും. അതായത് എനിക്ക് ടോട്ടൽ 12 ഷെയർസ് കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു സ്പ്ലിറ്റ് നടക്കുമ്പം ഇപ്പം കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ എത്രയാണ് അതിൻ്റെ വിലയുള്ളത്, അതിന് അനുപാതമായിട്ട് അതിൻ്റെ വിലക്കും റിഡക്ഷൻ ഉണ്ടാകും. പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടുള്ള പ്രൈസിലുള്ള സ്റ്റോക്സ് ആണ്. പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത് കോമൺ ഷെയർസ് ഓഫ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ്, എന്താ പറയുക, എമൗണ്ട് ഓഫ് 10 രൂപ അതിൽ താഴെയുള്ളതാണ് പെന്നി സ്റ്റോക്കായിട്ട് കാണുന്നത്. ഹയർ റിസ്ക്, വളരെ റിസ്ക് ആയിരിക്കും ഇതിന്. കാരണം ഇൻവെസ്റ്റേഴ്സൊന്നും അധികം ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കില്ല ഈ ഒരു സ്റ്റോക്കിലൊക്കെ നിക്ഷേപിക്കാൻ. സോ അതുകൊണ്ട് തന്നെ ഇതിന് ഡിമാൻഡ് വളരെ കുറവായിരിക്കും. വളരെ ലോ പ്രൈസിലായിരിക്കും മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെയുള്ള കമ്പനീസിലൊക്കെ നിക്ഷേപം നടത്താൻ. നെക്സ്റ്റ് പറയുന്നത് മാർജിൻ ട്രേഡിംഗ് ആണ്. മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുമ്പം ബ്രോക്കേഴ്സ് അലോ ചെയ്യുന്നൊരു ഇതാണ്. ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ട്രേഡേഴ്സിന് ചെറിയ പൈസക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങും അതുപോലെ തന്നെ ഇക്വിറ്റീസിങ് ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ 20x ഒക്കെ ലിവറേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സെബി അതിനെയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് 5x ലിവറേജ് ആക്കും. നമുക്ക് ഹൈ ലിവറേജ് കിട്ടുമ്പം ഹൈ റിസ്ക്കും ഉണ്ട്, അതുപോലെ തന്നെ ഹൈ റിവാർഡ് വേൺ ചെയ്യാൻ പറ്റും. ലിവറേജ് കുറയ്ക്കുമ്പോൾ നമുക്ക് ലോ റിസ്ക് പ്ലസ് ലോ റിവാർഡാണ്. ഓക്കെ, മാർക്കറ്റ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റാപ്പിഡ് ഡിക്ലൈൻ ഓഫ് 10% ഓർ മോർ ഇൻ ദ വാല്യൂ ഓഫ് എ സ്റ്റോക്ക്, ബോണ്ട്, കമ്മോഡിറ്റി. അതായത് ഒരു ഇൻഡെക്സിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ, ഒരു ബോണ്ടിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, എന്തൊരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും 10% പ്ലസ് കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രെൻഡ് മാറി മാർക്കറ്റ് കറക്റ്റ് ചെയ്തു എന്നാണ് ഓവറോൾ എസ്റ്റിമേഷൻ നടത്തുക, അല്ലെങ്കിൽ ഓവറോൾ മാർക്കറ്റ് അസ്യൂം ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, ബുദ്ധിയുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ ഈ ഒരു ടൈമിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിൽ ഈ മാർക്കറ്റിൽ ലോ ലെവൽ പ്രൈസ് എത്തുന്ന സമയത്ത് ഒരുപാട് നിക്ഷേപിച്ച് ബുൾ മാർക്കറ്റ് വരുന്നൊരു ടൈമിൽ അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, നമ്മളങ്ങനെ വീഡിയോയുടെ അവസാന ഭാഗം എത്തിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ വീഡിയോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു കൺഗ്രാജുലേഷൻ പറയുകയാണ്. നിങ്ങൾ വളരെ ശക്തമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളൊരു മാർക്കറ്റിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മാർക്കറ്റ് ജേണി, സ്റ്റോക്ക് മാർക്കറ്റ് ജേണിയിൽ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് തീർച്ചയാണ്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്, യു ഹാവ് നൗ എക്സ്പാൻഡഡ് യുവർ സ്റ്റോക്ക് മാർക്കറ്റ് വൊക്കാബുലറി വിത്ത് 25 എസെൻഷ്യൽ ഐറ്റംസ്. 25 പ്രധാനപ്പെട്ട ഐറ്റംസ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അവസാനമായിട്ട് പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും അതിൻ്റെ ആൻസർ കമൻറ്റ് സെക്ഷനിലൂടെയും അതുപോലെ തന്നെ അടുത്ത് വരുന്ന വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.